നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇവരെന്തെടുക്കുക അവിടെ? നിന്റെ അമ്മ ഉപദേശിച്ച് ചീരുവിനെ വെറുപ്പിക്കണം. എന്തെങ്കിലും ആവട്ടെ മാമ, ചീരുവിന് പോകാൻ തിരക്കില്ലെങ്കിൽ പിന്നെ നമുക്കെന്താ? അതാ വരുന്നുണ്ടല്ലോ. ചീരു റെഡിയാ വിനയ, നിങ്ങൾ ഇറങ്ങിക്കോ. വേണ്ട, ഞാൻ പിടിച്ചോളാം. പോട്ടെ അങ്കിളെ. പോയിട്ട് വരാമെന്നാ സാധാരണ പറയാറ്. ശരി അങ്കിളെ, പോയിട്ട് വരാം. ശരി ശരി, പോയിട്ട് വരാം. വാ മോളെ. മോനെ, സൂക്ഷിച്ചു പോണേ. ചീരു തനിച്ചല്ല. വാ. അതെനിക്കറിയാമേ. എന്നാ പോവാം. ബായേട്ടാ. ഇപ്പൊ നിന്റെ വിഷമൊക്കെ മാറിയോടാ കൊച്ചു കള്ള. എന്റെ അമ്മയ്ക്ക് ഇത് എന്നോട് നേരത്തെ പറഞ്ഞോടായിരുന്നോ? നേരത്തെ പറഞ്ഞ ഇപ്പോഴത്തെ ഈ സന്തോഷം നിനക്ക് അനുഭവിക്കാൻ പറ്റുമായിരുന്നോടാ. പിന്നെ ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് ചീരുവിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ അമ്മ. ഈ പാതിരാത്രിക്കോ? അതൊന്നും വേണ്ട. എടാ മോനെ, ഒരു കാര്യത്തിലും ഒരുപാട് സന്തോഷിക്കണ്ട. എല്ലാം കയ്യിലോട്ട് വരും. ഒന്ന് നിച്ചാടി പിടിക്കാൻ നോക്കണ്ട. ഓ, കാരണം അവർ പറഞ്ഞാ പിന്നെ അപ്പീലില്ലേ? ഞാനങ്ങ് അനുസരിച്ചേക്കാം കേട്ടാ. ഇനി എന്റെ മോൻ വന്ന് സമാധാനത്തോടെ ഉറങ്ങ്. അതെ അതെ. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ചു കുട്ടപ്പനായിട്ട് ചെന്ന് അവളെ പോയി കാണാം. അല്ലേ ലതികെ? അതെ ഏട്ടാ. ചീരു വരുമെങ്കിൽ നാളെ തന്നെ നീ അവളെ കൈയോടെ കൂട്ടിക്കൊണ്ടുവാ. ഞങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചോളാം. വാ വന്ന് കിടക്ക്. വാടാ. വാ മാമ. അങ്കിളെ, ചായ എടുക്കട്ടെ? അച്ഛൻ രാവിലെ തന്നെ എങ്ങോട്ടാ അങ്കിളെ പോയെ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോലും നിന്നില്ലല്ലോ. ആരെയോ അത്യാവശ്യമായിട്ട് കാണാനുണ്ടെന്ന് എന്നോട് പറഞ്ഞത്. ഞാൻ പിന്നെ കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല. അണ്ണന്റെ സ്വകാര്യതയിൽ ഇടപെട്ടാല് ചിലപ്പോ ഇങ്ങോട്ട് വരുന്നതില്ലാണ്ടാവും. ശരിയാ, അച്ഛൻ വല്ലാതെ മാറിയിട്ടുണ്ട്. എന്തെങ്കിലും ചോദിച്ചാ അളന്ന് മുറിച്ചുള്ള മറുപടി മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് ചോദ്യം പറിച്ചിലൊന്നുമില്ല. അതുകൊണ്ട് അച്ഛനോട് കൂടുതൽ സംസാരിക്കാൻ ഇപ്പൊ പേടി തോന്നുന്നു. ആ, എന്തൊക്കെയോ കണക്കുകൂട്ടലുകൾ ആ മനസ്സിൽ നടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം മോളെ. അണ്ണനൊപ്പം നമ്മൾ ഉണ്ടാവുന്നുള്ള പ്രതീതി ഉണ്ടാക്കി കൊടുക്കാനേ നമുക്കിപ്പോ പറ്റൂ. ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കുമല്ലോ അല്ലേ? നാളെ വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തന്നുവിടാം. വേണ്ട, നാളെ ശാന്തമ്മ വരും. അവളുടെ ഹസ്ബൻഡിന് സുഖമില്ലെന്ന് പറഞ്ഞ് പോയതാ. ആ ഫുഡ് കഴിക്കാൻ മോളുടെ കാശുണ്ടോ? ഉണ്ടെങ്കിലേ, ഇല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടല്ലോ. ഏതായാലും പട്ടിണി കിടക്കേണ്ടി വരില്ല. എല്ലാത്തിനും ഇങ്ങനെ ഫ്രണ്ട്സിനെ ആശ്രയിക്കേണ്ട കാര്യമൊന്നുമില്ല. നിനക്കെല്ലാം ചെയ്തു തരാനോട് ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടല്ലോ, പിന്നെന്താ? ഞാൻ ചുമ്മാ പറഞ്ഞത് ചേച്ചി. അങ്കിളെ, ഞാൻ ഇറങ്ങുവാ. ശരി മോളെ. ശരി ചേച്ചി, പോയിട്ട് വാ. ചേച്ചി, ഞാൻ ഫോൺ എടുക്കാൻ മറന്നു. നീ മടങ്ങണ്ട, ഞാൻ എടുത്തു. വേണ്ട, ഞാൻ പോയി എടുക്കാം. ചേച്ചി ബാഗ് ഒന്ന് പിടിച്ചാൽ മതി, ഞാൻ എടുത്തിട്ട് വരാം.
ഹായ് ജീവൻ, ഞാൻ ഇറങ്ങും, ഉടനെ എത്തും. അങ്കിള്, ദേ ആരോ ഇങ്ങോട്ട് വരുന്നുണ്ട്. സച്ചിൻ ഭാര്യയാണോ നമ്മളെ? ആ അല്ല, ആരത്? മഞ്ചാടി, ഇങ്ങ് വന്നേ. വാ, ദേ ഗോകുലിന്റെ അച്ഛനും അമ്മയും വരുന്നുണ്ട്. അവരെന്ത് ഇവിടെ? അത് നീ അവരോട് ചോദിക്കണം. നീ ഇപ്പൊ അവരുടെ മുന്നിലൂടെ പോകുന്നുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല. ചേച്ചി എന്തു പറഞ്ഞു? പിന്നെ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. അച്ഛൻ ഇവിടെ ഇല്ലെന്നറിയുമ്പോ രണ്ടുപേരും ചിലപ്പോ പെട്ടെന്ന് പോവായിരിക്കും. ഞാൻ വെയിറ്റ് ചെയ്യാം. വാ വാ, എനിക്ക് കണ്ടുവരും. മാഷും ദാസാറും ഒക്കെ രാവിലെ എങ്ങോട്ടെങ്കിലും ഇറങ്ങുന്നതിന് മുമ്പ് എത്താൻ വേണ്ടിയാ ഞങ്ങൾ രാവിലെ ഇറങ്ങിയത്. ഏതായാലും അത് വെറുതെ ആയില്ല. അണ്ണനോട് ഇല്ലല്ലോ സച്ചി. അണ്ണൻ രാവിലെ ആരോ കാണാൻ പോയി. പിന്നെ എന്തൊക്കെയോ പരിപാടികളുണ്ട്. കൂട്ടത്തില് അമ്പലദർശനം കൂടി ഉണ്ടാവും. അതാണ് നേരത്തെ ഇറങ്ങിപ്പോയത്. ആ, ആ ചീരു ഇവിടെ ഉണ്ടായിരുന്നോ? അതെ ആന്റി. അങ്കിളിന് ചായ എടുക്കട്ടെ അതോ കോഫിയോ? ഇപ്പൊ ഒന്നും വേണ്ട മോളെ. ഞങ്ങളിപ്പോ ഉടനെ ഒന്നും പോകുന്നില്ല. എത്ര വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും മാഷിനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. ചീരുവിന്റെ ചോദ്യം കേട്ടപ്പോ വേഗം പറഞ്ഞുകൂടെ നോക്കുന്ന പോലെ തോന്നിയല്ലേ? ഹേയ്, അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. മഞ്ചാടി മോള് കോളേജിലേക്ക് പോയ ചീരു? പോവാൻ ഇറങ്ങും ആന്റി. മഞ്ചാടി ഇറങ്ങിയതായിരുന്നു. അവള് ഫോൺ എടുക്കാൻ മറന്നുപോയതുകൊണ്ട് റൂമിലേക്ക് പോയതാ. ഞാൻ ലേറ്റായി, ഞാൻ ഇറങ്ങുവാ. മോളൊന്ന് നിന്നേ. ഇന്നലെ അവിടെ ശരിക്കും എന്താ സംഭവിച്ചത്? അങ്കിള് വീഡിയോ കണ്ടു കാണുമല്ലോ, അതിലുള്ളത് തന്നെയാ സംഭവിച്ചത്. ഞാനും ജീവൻ രാജു ഒരിടത്തിരുന്ന് സംസാരിക്കുമ്പോ ഗോകുലേട്ടൻ വരുന്നു. താൻ ചീറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് ജീവൻ രാജിനെ തല്ലുന്നു. ഗോകുലേട്ടൻ എന്റെ ദേഹത്ത് തൊട്ടില്ലെങ്കിലും അതിൽ പാതി അടി എനിക്കുള്ളതാന്ന് മനസ്സിലായി. ഇതോടെ ഗോകുലേട്ടന് ഞങ്ങളോടുള്ള ദേഷ്യവും പകയും തീരുമെങ്കിൽ ഇനി ഞങ്ങളെ വെറുതെ വിടാൻ പറയണം. അതിനെ എന്റെ ഫ്രണ്ടിനെ കൊണ്ട് ആ വീഡിയോ ആദ്യം അങ്കിളിനെ അയപ്പിച്ചത്. അതേതായാലും നന്നായി മോളെ. അപ്പോ നിന്റെ അച്ഛനും നീ ഇത് അയച്ചു കൊടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? എന്താ സച്ചി പ്രശ്നം? എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ.